പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, adore you, worship you, Jesus Christ, the omnipotent Lord. Hallelujah, hallelujah, hallelujah. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം സങ്കീർത്തനം 119 36 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ. വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമായി പറയുന്നു. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. പക്ഷെ ഇന്നത്തെ ലോകത്തിൽ മിക്കവാറും എല്ലാവരും ധനലാഭത്തിലേക്കാണ് അവർ പരക്കം പായുന്നത്. എങ്ങനെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടാകും. വലിയ കാറുകളൊക്കെ വാങ്ങിക്കും, വലിയ വീട് വയ്ക്കും. സമാധാനമുണ്ടാകുമോ, സന്തോഷമുണ്ടാകുമോ, യഥാർത്ഥ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുമോ, അത് നമുക്ക് ഉറപ്പില്ല. നൈമിഷികമായ ഒരു സുഖമൊക്കെ ധനലാഭത്തിൽ ലഭിച്ചേക്കാം. ധനം വേണം, ആവശ്യത്തിന് ധനം വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആവശ്യത്തിലധികം ധനം ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും എല്ലാം ബിസിനസ് മൈൻഡഡായിട്ട് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ദൈവത്തിൻ്റെ സമാധാനം സന്തോഷവും ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അവർ എപ്പോഴും ടെൻഷനിലാണ്. ഞാനിപ്പോൾ അടുത്തൊരു ഒരാളെ കണ്ടതാണ്. അപ്പോൾ പുള്ളി നല്ല ഹെൽത്തൊക്കെ നോക്കി നടക്കുന്ന ആളാണ്. പെട്ടെന്നൊരു ദിവസം നോക്കിയപ്പോൾ പുള്ളി ഒരു റോട്ടിൽ നിന്ന് സിഗരറ്റൊക്കെ കത്തിച്ച് വലിക്കുന്നു. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചു, ഈ സിഗരറ്റ് വലിയൊക്കെ ഉണ്ടോ? ഭയങ്കര ടെൻഷൻ വരുമ്പോൾ സിഗരറ്റ് വലിച്ച ടെൻഷൻ മാറും. അപ്പോൾ ഈ ടെൻഷൻ അടിക്കാൻ യാതൊരു കുഴപ്പമില്ലാത്ത ആളാണ് പുള്ളി. നല്ലൊരു വീടൊക്കെ വെച്ചു, ഒന്നിലധികം കാറുകളും, ഭാര്യയ്ക്ക് ജോലി, നല്ല ഒരു സക്സസ്ഫുള്ളായിട്ടൊരു ബിസിനസ്സൊക്കെ പടുത്തുയർത്തിയിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഓർഡർ കുറവാണ്. ബിസിനസ് നഷ്ടത്തിലൊന്നും ആയിട്ടൊന്നുമില്ല, ഓർഡർ ഇത്തിരി കുറഞ്ഞു. അതായത് ലാഭത്തിൽ കുറവ് വന്നു. അതിൻ്റെ ടെൻഷനാണ് ഈ കാണുന്നത്. നല്ല ആരോഗ്യം, മക്കൾ, എന്തെല്ലാം സൗഭാഗ്യങ്ങൾ. അപ്പം അതിനെ ഓർത്ത് നന്ദി പറയേണ്ടതിന് പകരം എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോഴേക്കും ടെൻഷൻ. അപ്പോൾ അതിൻ്റെ മരുന്ന് എന്താണ്? നിക്കോട്ടിൻ, അല്ലെങ്കിൽ ആൽക്കഹോൾ, അല്ലെങ്കിൽ ഷോപ്പിംഗ്. ഈ ടെൻഷനെ മറികടക്കാനും ഒരേ ഒരു മാർഗം നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഭാരമേൽപ്പിക്കുക, അങ്ങനെ നയിക്കുക. ഇപ്പോൾ വചനത്തിലെ ബൈബിളിലൊക്കെ വചനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഒരു ധനവാൻ, അവൻ 4-5 കലവറകളൊക്കെ അവൻ ഫുഡ്
സമ്പത്തൊക്കെ കൂട്ടി വെച്ചിട്ട് ഇനി അടുത്ത 3 തലമുറയ്ക്ക് ഭക്ഷിക്കാനുള്ളതൊക്കെ ഉണ്ടെന്ന് പറയുകയും അപ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്നു, ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ നീ എന്തു ചെയ്യും? അപ്പോൾ അത് ആദ്യത്തെ വചനം. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ വചനങ്ങളിലേക്ക് എൻ്റെ ദൃഷ്ടി ഉറപ്പിക്കണമേ. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ളതെല്ലാം കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കും. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക, ബാക്കിയെല്ലാം കർത്താവിന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കും. രണ്ടാമത് പറയുന്നു, വ്യർത്ഥതകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വചനമൊക്കെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു പൈശാചിക ശക്തിയാണ്. അതായത് പല പല വ്യർത്ഥതകളിലേക്ക് നമ്മൾ നയിക്കപ്പെടും. ചിലപ്പോൾ ഒരു പോർണോഗ്രഫി മൂവി കാണാൻ ഒരു ടെംപ്റ്റേഷൻ, അത് വ്യർത്ഥതയല്ലേ? അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? വ്യർത്ഥത. അമിത മദ്യപാനം വ്യർത്ഥത. മയക്കുമരുന്നിൻ്റെ ഉപയോഗം വ്യർത്ഥത. പരദൂഷണം വ്യർത്ഥത. വ്യഭിചാരം വ്യർത്ഥത. അമിത ധന സമ്പാദന മോഹങ്ങൾ വ്യർത്ഥത. ആഡംബരത്തിലുള്ള അഭിനിവേശം വ്യർത്ഥത. തന്നെത്താൻ ഉയർത്തുവാനുള്ള ത്വര, അതിനു വേണ്ടി ഉള്ള കോമാളിത്തരങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടി ഫേസ്ബുക്കിലിടുക. അപ്പം ഇന്നൊക്കെ കാണാൻ രസമാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്നു, എന്താണ് അവിടെ മന്ത്രിസഭ അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിന് തിരുവനന്തപുരത്ത് പോകണം എന്തിനാണ്? ഇവിടെ ഇപ്പം എല്ലാ മാധ്യമങ്ങളും ഉണ്ട്, ഓൺലൈനായിട്ട് നമുക്ക് കാണാം. ഈ തിരുവനന്തപുരത്തോട്ട് പോകുന്നത് എന്തിനാണ്? പണ്ട് കാലത്ത് ചെയ്യാമായിരുന്നു, ഇപ്പം എന്തിനാണ് ചെയ്യുന്നത്? ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുവാനാണ് ഉദ്ദേശമെങ്കിൽ അത് എവിടെ ഇരുന്ന് വേണമെങ്കിലും കാണും. അതേസമയം ഞമ്മൻ്റെ ആള് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം പേര് ഇത്തിരി ഉയർത്താനൊക്കെ ആണെങ്കിൽ അത് അല്പത്വം. അത് കർത്താവ് പറഞ്ഞ ഇതാണ്, ഈ യാതൊരു ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ, വ്യർത്ഥതകൾ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിൽ മാത്രമേ വ്യർത്ഥത ഇല്ലാത്തതായിട്ടുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാ കാര്യങ്ങളും വ്യർത്ഥമാണ്, വ്യർത്ഥതയിൽ ഊന്നി നിൽക്കുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ വ്യർത്ഥതകളിലൊക്കെ പെട്ട് യഥാർത്ഥ കാതലായ കാര്യങ്ങൾക്ക് നമുക്ക് സമയം ഇല്ലാതെ പോകുന്നു. വിശുദ്ധ ദിവ്യ ബലിയിൽ സംബന്ധിക്കാൻ നമുക്ക് പലപ്പോഴും സമയമില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയമില്ല. ഇടയ്ക്കിടെ കുമ്പസാരിക്കാൻ നമുക്ക് സമയവുമില്ല, അതിനുള്ള ഒരു എളിമയുമില്ല. അപ്പം ആദ്യം നെഗോഷിയേറ്റ് ചെയ്ത് പുറത്ത് കളയുന്ന കാര്യങ്ങളാണ് ഏറ്റവും കാതലായ കാര്യങ്ങൾ. എന്നിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ വ്യർത്ഥതകളുടെ പുറകെ പരക്കം പായുകയാണ്. അതാണ് ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് പകരം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക, അനുദിനം പ്രാർത്ഥിക്കുക, വചനം പഠിക്കുക, വചനം അനുസരിച്ച് ജീവിക്കുവാനായി സന്തോഷത്തോടെ ജീവിക്കുവാനായി
സന്തോഷത്തോടുകൂടെ വചനത്തെ സ്വീകരിക്കുക, അതിനുവേണ്ടിയുള്ള പ്രയത്നം ചെയ്യുക. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും വളരെ കൃത്യതയോടുകൂടെ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊള്ളും. ദൈവമേ, ഞങ്ങളുടെ ദൃഷ്ടി അങ്ങയിൽ നിന്ന് മാറിപ്പോകരുത്. ഈ ലോകത്തിൻ്റെ വ്യർത്ഥതകളിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ. ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഈ ഒരു കൃപയിലേക്ക്, ഈ ഒരു തുറവിയിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവെ, എല്ലാവിധ വ്യർത്ഥതകളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.